Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yawmiddin. Allahumma 'allimna bima yanfa'una wanfa'na bima 'allamtana wa zidna 'ilma. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത് അഫ്സലായിക്ക് സുഖമില്ല എന്ന് അറിയിച്ചതിനാലാണ് ഞാൻ പെട്ടെന്ന് ക്ലാസ്സിന് വേണ്ടി റെഡിയാക്കി. ബാക്കി ഭാഗം പെട്ടെന്ന് ഓർമ്മ അതിൻ്റെ ഒരു ബാക്കി കുറച്ചൊരു ഭാഗമുണ്ട്. അപ്പോൾ അതൊന്ന് സൂചിപ്പിക്കണം, ഓർമ്മപ്പെടുത്തണം ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഓടിച്ചു പോയിട്ട് അവസാന ഭാഗത്തേക്ക് അഫ്സലാക്കി സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നതിന് രോഗങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ നമ്മുടെ ആരോഗ്യ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിയമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂലും ഫീഹിമാ കസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അതാണ് ഒന്ന് സിഹത്താണ്, രണ്ടാമത്തേത് അൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവും. അല്ലേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ പുരോഗതിയിലേക്ക് അവൻ്റെ അധോഗതിയിലേക്ക് നയിക്കുന്ന രണ്ട് സംഗതി. നല്ല ആരോഗ്യം ഉണ്ടായാൽ അവന് ചെയ്യാം, ആ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അവന് ഏറ്റവും ഉയർന്ന വളർച്ചയിലേക്ക്, ഭൗതികമായിട്ടുള്ള വളർച്ചയിലേക്ക് പോകണം. അതുപോലെ തന്നെ ഒഴിവ് സമയം ഉണ്ടെങ്കിൽ ആ ഒഴിവ് സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പല മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ, പുരോഗമിക്കാൻ കഴിയും. അല്ലെ, അങ്ങനെയുള്ള നമ്മുടെ ലോകത്ത് ഈ പുരോഗതി പ്രാപിച്ച ബിസിനസ്സിലായാലും എല്ലാ രംഗത്തും, ശാസ്ത്ര രംഗത്തൊക്കെ പുരോഗതി പ്രാപിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്ന രണ്ട് കാര്യമാണ് അവരുടെ ആരോഗ്യവും അവരുടെ ഒഴിവ് സമയമാണ്. ഈ ആരോഗ്യവും ഒഴിവ് സമയമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, അധമനാക്കുന്നത്, അധോഗതിയിലേക്ക് ആക്കുന്നത്. നല്ല ആരോഗ്യമുള്ള യുവാക്കളാണ് അവരുടെ ആരോഗ്യം കാരണം പല ദുർമാർഗങ്ങളിലേക്കും പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒഴിവ് സമയമാണ് അവരെ പോകുന്നത്. അപ്പൊ ഈ രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഞാനുണ്ട് വിശദമായിട്ട് എനിക്കൊന്നും പോയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി മുആഫ ഫി ജസദിഹി ഇൻദഹു ഖൂത് യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി, ഒരാൾ തന്റെ കുടിലിൽ, തന്റെ വീട്ടിൽ, തന്റെ കുടിലിൽ ആമിനൻ, നിർഭയനായ ഒരാൾക്ക് തന്റെ കുടിലിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ചെറിയ ഒരു വീട്ടില് ഒരാൾക്ക് നിർഭയത്തോടുകൂടി കഴിയാൻ ഒരു ദിവസം കഴിയുക. മുആഫ ഫി ജസദിഹി, അതുപോലെ ആരോഗ്യത്തിന്, ശരീരത്തിന് സൗഖ്യം ഉണ്ടാക്കുക, ആരോഗ്യം ഉണ്ടാക്കുക. ഇൻദഹു ഖൂത് യൗമിഹി, അവന് ഒരു ദിവസം കഴിക്കാനുള്ള ഒരു ഭക്ഷണം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു അദ്ദുനിയ, അവൻ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈനലി ജസദിക അലൈക ഹഖ്, നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യത ഉണ്ട്. ഇപ്പോൾ ആരാധനാകർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക നിർദ്ദേശം നൽകുകയാണ്, നമ്മൾ അമിതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, അമിതമായി നോമ്പ് പിടിക്കാൻ പാടില്ല, രാത്രി കുറേ നേരം നിന്ന് നമസ്കരിക്കാൻ പാടില്ല, അതുപോലെ വിവാഹ ജീവിതം അതുപോലുള്ളതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾ നയിക്കാൻ പാടില്ല. ഇതിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനാണ് അള്ളാഹു നമ്മളെ ഈ ശരീരം സംവിധാനിച്ചിട്ടുള്ളത്, രോഗികളാകാനല്ല. എപ്പോഴും ആരോഗ്യത്തോടു കൂടി ജീവിച്ച് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഊർജ്ജസ്വലരായി ജീവിക്കാനാണ് അള്ളാഹു നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. അവ രോഗികളാകാനല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ രോഗികളാകുന്നത്? അത് നമ്മുടെ ശരീരത്തില്, ഇപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് നമ്മുടെ കോശം, സെല്ലുകൾ. അല്ലെ, ഈ സെല്ലുകൾക്ക് എന്താണ് അപജയം സംഭവിക്കുമ്പോഴാണ് നമ്മൾ രോഗികളാകുന്നത്. അപ്പോൾ അള്ളാഹു സംവിധാനിച്ച ആ സംവിധാനങ്ങളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ രോഗികൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തണുപ്പാണ് അല്ലെങ്കിൽ ചൂട് വരും, ശരീരത്തിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശരീരത്തിന്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആകണേ. അതിൽ കുറയാനും
41.7 ഡിഗ്രി കൂടാനും പാടില്ല. ആ ഒരു ലെവലിൽ ശരീരം നിൽക്കണം. അത് നിലനിൽക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നത് ഒരു മൈക്രോബ്സുകളുടെ, ഈ രോഗാണുക്കളുടെ ഒക്കെ ഒരു സമുദ്രത്തിലാണ്. നമ്മളിങ്ങനെ വായ തുറക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് വൈറസുകളും ബാക്ടീരിയകളും ഫംഗസുകളൊക്കെയാണ് നമ്മുടെ വായിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. പക്ഷെ എന്നിട്ടും നമ്മൾക്ക് ഒരു അസുഖവും രോഗവും ഒന്നും ഇല്ലാതെ നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന അള്ളാഹു നിശ്ചയിച്ച ഒരു വലിയൊരു മെക്കാനിസം, രോഗപ്രതിരോധ സംവിധാനം, ഇമ്മ്യൂണിറ്റി സിസ്റ്റം. ആ സിസ്റ്റം കൃത്യമായി നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ രോഗികളാകാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പൊ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും, അതിസങ്കീർണമായ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കോശങ്ങൾക്ക് ഡീജനറേഷൻ സംഭവിക്കുക, അപചയം സംഭവിക്കുമ്പോഴാണ് നമ്മൾ രോഗികളാണെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് കോശങ്ങൾക്ക് ഡീജനറേഷൻ സംഭവിക്കുക, അപചയം സംഭവിക്കുക? അതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോശങ്ങൾക്ക് ഡീജനറേഷൻ സംഭവിക്കുന്നത്. അതിനുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതിൽ പലതും പറയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് പാരമ്പര്യമായിരിക്കാം, മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, ലൈംഗിക വൈകൃതങ്ങളായിരിക്കാം, അമിതമായ ഭയമായിരിക്കാം, അന്തരീക്ഷ മലിനീകരണം, പരിസ്ഥിതി, വ്യായാമത്തിലെ കുറവ്, ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ, വിശ്രമമില്ലായ്മ, ഉറക്കക്കുറവ്, പുതിയ ഭക്ഷണ രീതികൾ, പെയിൻ കില്ലറുകൾ, ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം, രോഗമാണെന്ന് കരുതി നമ്മൾ ഇത്ര നാൾ കഴിച്ചുകൊണ്ടിരുന്ന പല മരുന്നുകളായിരിക്കാം. ഇതൊക്കെയാണ് നമ്മളെ രോഗികൾ ആക്കുന്നത്. അപ്പോ ഇവിടെയൊക്കെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഗതികൾ ഉണ്ട്. അപ്പൊ നമ്മുടെ രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ആണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലെ? അതിന് വിക്കായത്താണ് ഉണ്ടാകേണ്ടത്, പ്രിവെൻഷൻ ആണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിനുള്ള എല്ലാം അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ശരിക്കും നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ പോലും നമ്മളിപ്പോ ഒതെടുക്കുന്നു, അതുപോലെ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, രാത്രി ഇശ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉറങ്ങുന്നു. ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനാക്കുന്ന സംവിധാനങ്ങൾ, രീതികളാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഖുർആനിലും ആ ഖുർആനിന്റെ പ്രായോഗിക വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അപ്പൊ എന്തൊക്കെ കഴിക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ ദൂതനും നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ട് ഇന്നത്തെ ശരിക്കും ഇന്ന് കാണുന്ന ഒരുപാട് അസുഖങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള ദുർവയാണ്, അതുപോലെ നമ്മുടെ ജങ്ക് ഫുഡാണ്. അള്ളാഹു പറയാണ്, യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. തുസ്രിഫൂ എന്ന് പറഞ്ഞാൽ എന്താ? അമിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമുള്ളതിലധികം ചെലവഴിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വിശപ്പ് മാറുമ്പോൾ അവിടെ നിർത്താൻ നമുക്ക് കഴിയണം. പക്ഷെ നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 2 ദോശയോ 3 കഴിച്ചിട്ട് പിന്നെ നമ്മുടെ കയ്യേട് പോകുമല്ലോ, 4ാമതൊരെണ്ണം ഉണ്ടായി. അതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. അവിടെ നിർത്താൻ നമുക്ക് കഴിയണം. പക്ഷെ നമുക്ക് പലപ്പോഴും നമുക്കൊന്നും സാധിക്കാത്ത സംഗതി. അപ്പോൾ ഇസ്രാഫ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണ രംഗത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തമായി. ഇത് ഞാൻ പറഞ്ഞതല്ലേ, വൈദ്യശാസ്ത്ര രംഗത്ത് ഏതൊക്കെ രീതികളുണ്ടോ, ആയുർവേദ ആയാലും അലോപ്പതി ആയാലും യുനാനി ആയാലും പ്രകൃതി ആയാലും അഗ്രികൾച്ചർ ആയാലും എല്ലാവരും പറയുന്ന ഒരേ നിയമങ്ങളാണ്. അതുപോലെ തന്നെയാണ് ജങ്ക് ഫുഡുകളുടെ കാര്യം. അള്ളാഹു കൃത്യമായി നമുക്ക് പറയുന്നത് എന്താണ് പറഞ്ഞത്? കുലു ഇന്ന് ഭക്ഷിക്കുക, ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞത്. എന്താണ് കഴിക്കേണ്ടത്? മിനത്തൊയ്യിബാത്ത്, തൊയ്യിബായ ഭക്ഷണം കഴിക്കേണ്ടത്. മാറസക്കിനാക്കും, നാം നിങ്ങൾക്ക് റിസ്ക്കായി ഭക്ഷണമായി നൽകിയ തൊയ്യിബായ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കും. വലാ തത്ഗൗ ഫീഹി,
നിങ്ങൾ അതിൽ അതിരി കവിയരുത്. ഈ തൊള്ള എന്ന് പറഞ്ഞതല്ല, അതിരി കവിയരുത്. ഇത് അതിരി കവിയ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഭക്ഷണത്തിന്റെ ആ പ്രകൃതമുണ്ട്, ഒരു അതിന്റെ സ്വഭാവം, അതിനെ നമ്മൾ മാറ്റാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ജങ്ക് ഫുഡുകൾ എന്നൊക്കെ പറഞ്ഞ പുതിയ ആധുനിക ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞത് അതിൽ ഒരുപാട് കളറുകൾ ചേർത്ത് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി പല സംഗതികളൊക്കെ ചേർത്തിട്ട് അതിന്റെ ആ ഒരു സ്വഭാവം, പ്രകൃതിയായുള്ള സ്വഭാവം മാറ്റിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതിന് ആ തൊയ്യബ് എന്നുള്ള ആ രൂപം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് പറയണം അതിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഒരുപാട് പല രൂപത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അലൈക്കും വദബി, എന്റെ കോപം നിങ്ങളുടെ മേലെ ഇറങ്ങുന്നു. ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ അതേ രൂപത്തിൽ ഇതുപോലെ പല രൂപത്തിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അമിതവ്യയം ചെയ്യുകയാണെങ്കിൽ, ദുർവ്യയം ചെയ്യുകയാണെങ്കിൽ എന്റെ കോപം നിങ്ങൾക്ക് ഇറങ്ങും. ആർക്കെങ്കിലും എന്റെ കോപം ഇറങ്ങുകയാണെങ്കിൽ അവൻ നശിച്ചു പോയിന്നാണ്. ആധുനിക പണ്ഡിതന്മാരിൽ പലരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഈ ജങ്ക് ഫുഡുകളുടെയും അതുപോലുള്ള ഭയങ്കര ഭക്ഷണ രീതികളുടെയും ഒക്കെ കാരണമായിട്ടാണ് ഇന്ന് ലോകത്ത് കാണുന്ന പല വലിയ വലിയ ക്യാൻസറും അതുപോലെയുള്ള ഈ കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് എന്റെ കോപം നിങ്ങളിൽ ഇറങ്ങുകയാണെങ്കിൽ അവൻ നശിച്ചു എന്നാണ്. അതോടുകൂടി അവൻ നാശത്തിലേക്ക് പോകും എന്ന് വ്യാഖ്യാനിക്കുന്ന ആധുനിക പണ്ഡിതന്മാരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് അള്ളാഹുവിന്റെ ഒരു താക്കീതാണ് നമ്മൾ ഭക്ഷണ രംഗത്ത് സൂക്ഷിക്കേണ്ടത്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമല ആദമിയും ശർറും മിൻ ബത്ൻ, വയറിനേക്കാൾ മോശമായ ഒരു പാത്രം ആദമിന്റെ മകൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ നിറച്ചിട്ടില്ലെന്ന്. ഇപ്പൊ നമ്മൾ ഓരോ പാത്രങ്ങളൊക്കെ നടക്കുമല്ലോ, പല പാത്രങ്ങളിൽ ഓരോ സ്ഥാനങ്ങൾ നടക്കുമല്ലോ. പക്ഷെ നമ്മൾ നടക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം ഏതാണ്? നമ്മുടെ വയറാണ്. ബിഹസ്ബി ഇബ്നു ആദം, ആദം സന്തതിക്ക് മതിയാകുന്നതാണ് തന്റെ നടുവിനെ നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് ഉരുളകൾ, കുറച്ച് ഭക്ഷണമേ മനുഷ്യന് ആവശ്യമുള്ളൂ. ഫൈൻകാലല്ല മഹാല, ഇനി അവന് തോന്നണം കുറച്ചുകൂടി കഴിക്കണം എന്ന് പറഞ്ഞ് തോന്നുകയാണെങ്കിൽ ഫസുലുസിലിത്താണ്, വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിനും, ഫസുലുസിൽ സറാബിഹി, അതിൽ ബാക്കി 1/3 ഭാഗം എന്താണ് വെള്ളത്തിനും, ഫസുലുസിൽ നഫ്സിഹി, ഒരു എയർ പാസേജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഒഴിച്ചിടണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അമിതമായി വെള്ളം കുടിക്കരുതെന്ന് തന്നെയാണ്. കുലു വശ്റബു വലാ തുസ്രിഫു, അവിടെയാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ പുതിയ ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഡോക്ടർമാരൊക്കെ ഒരുപാട് വെള്ളം കുടിപ്പിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ പല രോഗങ്ങൾ വരും, കിഡ്നി ഫെയിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം, ഒരു 3-4 വർഷം മുമ്പൊക്കെ അങ്ങനെ ഭയങ്കര പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പറയുന്നത് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അമിതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓവർ ഹൈഡ്രേഷൻ ഉണ്ടാവും. അത് നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കും. ഓവർ ഹൈഡ്രേഷൻ ഇപ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ കുലു വശ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് ഡോക്ടർ അല്ല തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? ഒരിക്കലും ഡോക്ടറല്ല ഒരു മനുഷ്യൻ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറല്ല. ഞാൻ AC-യിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന, ഈ തണുപ്പത്ത് ജോലി ചെയ്യുന്ന എന്നോട് ഇത്ര ലിറ്റർ, 3 ലിറ്റർ, 4 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അപകടമാണ്. അതേസമയത്ത് എന്നെ പോലെ തന്നെ ഇതേ സമയത്ത് തന്നെ കുറച്ച് ജോലി കിട്ടുന്ന ഒരാളും അയാൾക്ക് എത്ര ഗ്ലാസ് കുടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച ഒരു സംഗതി ഉണ്ട്, ദാഹം. ശരീരത്തിന് വെള്ളം എപ്പോ ആവശ്യം വരുന്നോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവും, ദാഹം ഉണ്ടാവും. ആ ദാഹം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതേസമയത്ത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എനിക്ക് ദാഹം ഇല്ലെങ്കിൽ ഞാൻ AC റൂമിൽ ഇരുന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ കിഡ്നി നാശമാകാൻ സാധിക്കും.
അപ്പൊ അതാണ് വലാത്തുസ്രിഫു. അത് ഒരാളുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും. ഒരാൾക്ക് വിശപ്പുണ്ടോ അയാൾക്ക് ഭക്ഷണം കഴിക്കാം. അത് അവിടെ എണ്ണം ചപ്പാത്തിയുടെയോ പത്തിരിയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒന്നും അളവ് എണ്ണൊന്നും പറയുന്നത് പലരുടെ ശരീരം വ്യത്യസ്തമായിരിക്കും. അയാൾക്ക് വിശപ്പുണ്ടെങ്കിൽ അയാൾ ഭക്ഷണം കഴിച്ചോട്ടെ. അതിന് സാധാരണ ഗതിയിൽ അയാൾ കഴിക്കുന്ന അനുസരിച്ച് അത്രയും ഞാനും കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ വലാത്തുസ്രിഫു, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ശരീരം നിങ്ങളോട് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നിങ്ങൾ നീണ്ട വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ ഇസ്രാഫ് എന്താണെന്ന് മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഉറക്കം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതൊക്കെ കൃത്യമായി ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഉറങ്ങേണ്ടത്? രാത്രി എന്തിനുള്ളതാണ്? വിശ്രമത്തിനുള്ളതാണ്. ഉറങ്ങാൻ രാത്രി ആവുന്നുള്ളൂ. രാത്രി നമുക്ക് വിശ്രമിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രാത്രി ഉറങ്ങണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ഇശാ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ എന്തെങ്കിലും ഉറക്കം ഒഴിവാക്കാറുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങിയിട്ട് അവരെന്ത് ചെയ്യും? നേരത്തെ എഴുന്നേൽക്കും. നിങ്ങൾ 9 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 2-2:30 ആകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ വിശ്രമിക്കണം തോന്നിയാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശ്രമിക്കാം. ബാങ്കും എഴുന്നേൽക്കും. ഇതായത് രീതി. ഈ ഒരു ഉറക്കമാണ് ആധുനിക പഠനങ്ങളൊക്കെ പറയുന്നത്. ഒരാൾ സ്ഥിരമായി ഒരു 10 മണി മുതൽ സുബൈ വരെ നേരെ അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിനൊക്കെ കാരണമാണ്. ഒരു ബ്രേക്ക് വരണം. ഉറങ്ങേണ്ട ക്വാളിറ്റി ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ ഉറങ്ങണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുക. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അത് മാറാൻ ഈ കൃത്യമായ ഉറക്കം നമുക്ക് അതിന് ശരീരത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതൊക്കെ പൊട്ടേണ്ട അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ വ്യായാമം. ഇവിടെ നമ്മൾ കുറെ ആളുകളുണ്ട് രാത്രി ഉറങ്ങാനുള്ള സമയത്ത് പോയിട്ട് 12 മണിക്ക് 10 മണിക്കൊക്കെ ജിമ്മിൽ പോയിട്ട് പിന്നെ പ്രോസ്റ്റേറ്റും പൊറോട്ടൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ. അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 2-3 കേസുകളാണ്. നേരെ എഴുന്നേറ്റപ്പത്തിന് ആൾ ഹാർട്ട് അറ്റാക്ക്. എപ്പോഴാ? ജിമ്മ് കഴിക്കണമെന്നില്ലേ? സ്ഥിരമായി ജിമ്മിന് പോകുന്നതാണ്. അപ്പോൾ രാത്രി ഉറങ്ങാനുള്ളതാണ്. പകൽ സമയം നമുക്ക് വ്യായാമത്തിനും കളിക്കും അതുപോലുള്ള ആ സമയത്ത് പോയിട്ട് നമ്മൾ ജിമ്മിനും പോണ്ട, ഒന്നിനും പോണ്ട, ഭക്ഷണം കഴിക്കാനും പോണ്ട. ഇത് കൃത്യമായി നമുക്ക് ഖുർആനും സുന്നത്തും നമുക്ക് നിർദ്ദേശം നൽകിയ കാര്യങ്ങളാണ്. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് രോഗി ആകാനല്ല അള്ളാഹു ഈ സംവിധാനങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ ഒരു ആരോഗ്യത്തോട് കൂടി ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനൊക്കെ നമ്മൾ ചെയ്തു, വളരെ ശ്രദ്ധിച്ചു ജീവിതത്തില് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് പിന്നെ രോഗം വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മളെത്രയോ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഭയങ്കര പഞ്ചലുണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് രോഗം വന്നാൽ അപ്പോൾ എന്താണ് അതിന് നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദുആണ്, അല്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥന തന്നെയാണ്, അല്ലേ? അമ്മൻ യുജീബുൽ മുസ്തറ ഇദാ ദഅഹു വയക്ഷിഫു സുഅ. മുസ്തറായ ഒരാള് അവന് മുന്നിൽ വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവൻ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവന് ആരാണ് അവർക്ക് ഉത്തരം നൽകുന്നത്? അല്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹുവാണ്. അള്ളാഹുവാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതും അവന് ബാധിച്ച ആ ഒരു വിഷമത്തെ നീക്കി കൊടുക്കുന്നവനും അള്ളാഹു അല്ലാതെ ആരും ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അല്ലേ? അത് പറയാണ് നമ്മള് അടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകർ പറഞ്ഞു കൊടുക്കുക എന്താണ്? ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാകുന്നു. ഉജീബുദാബത്തായി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അത് ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം?
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ബാധിച്ച എല്ലാ വിഷമങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ അള്ളാഹുവോട് പറയുക. അവൻ അതിന് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നമുക്ക് കാണാം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ്. ആ പ്രവാചകന് രോഗമൊന്നുമില്ല. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും, രോഗം വരും. അതെന്താണ്? അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അല്ലേ രോഗം വരും. നമ്മൾ എത്ര സൂക്ഷ്മതയോട് ഡ്രൈവ് ചെയ്താലും ഒരു വണ്ടി വന്നിട്ട് നമ്മൾ ഇടിക്കില്ലേ? ഓപ്പോസിറ്റ് സൈഡിലോട്ട് വണ്ടി ഇടിച്ച് കഴിഞ്ഞില്ലേ? എത്ര നല്ല എക്സ്പെർട്ട് ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അള്ളാഹുവിന്റെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടാവും, ചില പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ രോഗം വരും. അതാണ് പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. 18 വർഷത്തോളമാണ് ആ പ്രവാചകൻ രോഗം മൂലം പ്രയാസപ്പെട്ടത്. കുടുംബവും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെടുകയാണ്. എല്ലാവരും പോകാണ്. അതുമാതിരി അങ്ങനത്തെ ഒരു അസുഖമാണ്. എല്ലാവരെയും വെറുപ്പിക്കുന്ന, എല്ലാവരും അകറ്റിക്കളയുന്ന ഒരു രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചത്. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകണം. ആ സമയത്താണ് അയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ഇതിന്റെ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എനിക്ക് ഒരു കഷ്ടത ബാധിച്ചിരിക്കുന്നു, കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ആരാണ്? അർഹമുർ റഹീമീനാണ്, കാരുണ്യവാന്മാരിൽ കാരുണ്യം. അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ് റബ്ബേ നീ. എന്നതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ ആ പ്രയാസം നാം നീക്കിക്കളഞ്ഞു. പിന്നെ കുടുംബവും സ്വത്തും എല്ലാം തിരിച്ചു വരികയാണ് ജീവിതത്തിൽ. അപ്പൊ ഇവിടെ രോഗം ആർക്കും വരാം അല്ലെ? ആർക്കും രോഗം ഉണ്ടാവില്ല. എത്ര സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര ഡോക്ടർമാരാണ് രോഗം മരണപ്പെട്ടു പോകുന്നത്. വലിയ വലിയ ഡോക്ടേഴ്സ് അല്ലെ? അവർക്കൊക്കെയാണ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ രോഗം ആർക്കും വരാം, ഏത് സമയത്തും. അതൊക്കെ എന്താണ്? രോഗം ഒക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മോട് കൽപ്പിച്ച ഒരുപാട് പ്രിവെൻഷന്റെ കുറെ സംഗതികളുണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഭക്ഷണത്തിലായാലും ഉറക്കത്തിലായാലും ജീവിതശൈലിയിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇനി അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ രോഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രോഗങ്ങളും ഒരുപക്ഷെ നമ്മിൽ നിന്നുണ്ടായ അശ്രദ്ധയുടെ ഭാഗമായിരിക്കാം അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റായ രീതികളുടെയും നമ്മുടെ ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. ഒരുപക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമായി, മുന്നറിയിപ്പായി, ഉണർത്തലായി, ശിക്ഷയായി ഒക്കെ അള്ളാഹു നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ നൽകാം. അങ്ങനെയാണ് രോഗങ്ങൾ നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിത്തു ഫഹുവ. അല്ല എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗനിർദ്ദേശം അല്ലെങ്കിൽ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അല്ലെ? അള്ളാഹുവാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഭക്ഷണം നൽകുന്നത്, എനിക്ക് കുടിനീർ നൽകുന്നത് അള്ളാഹുവാണ്. വഇദാ മരിത്ത, എന്നിട്ട് ആ പ്രവാചകൻ പറയുന്നത് വഇദാ മരിത്തു, വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ. അവിടെ മാത്രം എന്തായി? ആ ഇതിലൊന്നും പ്രത്യേകത ഉണ്ട്, അതൊന്നും ശ്രദ്ധിച്ചു നോക്കാം. വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ. അല്ലദീ അംറദനി എന്ന് പറഞ്ഞില്ല അല്ലേ? അള്ളാഹുവാണ് എന്നെ രോഗിയാക്കിയെന്നല്ല പറഞ്ഞത്. ആ പ്രവാചകൻ വിജയത്തോട് പറഞ്ഞ രോഗം എപ്പോഴും എന്താണ്? പല രോഗങ്ങളും നമ്മളാണ് ഇതിന്റെ കാരണക്കാരെന്നാണ്. നമ്മുടെ ഇടപെടലുകളാണ്, നമ്മുടെ തെറ്റായ സമീപനങ്ങളാണ്, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലമുറകൾ, നമ്മുടെ മാതാപിതാക്കൾ അവരുടെ തെറ്റായ രീതിയും സമീപനങ്ങൾ കൊണ്ടും അവരുടെ തെറ്റായ പല പ്രവർത്തനങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമുക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ആ പ്രവാചകൻ രോഗം വന്നപ്പോൾ ചെയ്ത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല. അള്ളാഹു, നീയാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, നീയാണ് എനിക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നവൻ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, നീയാണ് എനിക്ക് മാർഗദർശനം നൽകുന്നവൻ.
വൈതാമരുത്തു, ഞാൻ രോഗിയായാൽ, അവിടെ പറഞ്ഞില്ല നീയാണെന്ന നീ എനിക്ക് രോഗം നൽകിയ എന്ന് പറഞ്ഞില്ല. വൈതാമരുത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ശിഫ നൽകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം രോഗം പലപ്പോഴും എന്താണ്, നമ്മൾ മുഖേനയാണ്, നമ്മുടെ ഇടപെടലുകൾ കാരണം, നമ്മുടെ സമീപനങ്ങൾ കാരണം, നമ്മുടെ ജീവിത രീതികൾ, ജീവിതശൈലി കൊണ്ടാണ് പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ രോഗം, എന്ത് രോഗം വന്നാലും അതെന്താണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവില്ലേ, പരീക്ഷണമാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ രോഗം വരില്ലേ? ചെറിയ കുട്ടികൾക്കൊക്കെ രോഗം വരില്ലേ? അപ്പൊ അത് അവർക്ക് പരീക്ഷണമാണോ? നമ്മളെ പ്രായമായ നമ്മുടെ വല്യപ്പന്മാരും ഉപ്പന്മാരൊക്കെ ഉണ്ടാവും, വളരെ പ്രായമായ അല്ലേ, ചില സമയത്ത് ഇപ്പോൾ മരിച്ചു കിട്ടിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കഷ്ടപ്പെടുന്ന രോഗികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതും അവർക്കിത് പരീക്ഷണം. എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ കുട്ടികൾക്ക് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരീക്ഷണമാണ്. ആർക്കാണ്? മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്കുള്ള പരീക്ഷയാണ് അല്ലേ. അവനോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു, അവരുടെ കാര്യത്തിൽ ആ മാതാപിതാക്കളെ ക്ഷമിക്കുന്നുണ്ടോ, അവരുടെ സമീപനം എന്താണ്, ആ പരീക്ഷയാണ്. അതേപോലെ തന്നെയാണ് പ്രായമായ ആളുകൾക്ക് വരുന്ന രോഗങ്ങളും, അത് അവരെ നോക്കുന്ന മക്കൾക്ക്. അങ്ങനെ ഉണ്ടല്ലോ, ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. മൂത്ത മകൾക്കോ അല്ലെങ്കിൽ മൂത്ത പെങ്ങൾക്കോ മൂത്ത ചെറിയ പെങ്ങൾക്കോ ചെറിയ അല്ലേ മോനോ, ഇവർക്കൊക്കെ ഉള്ള അത് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെ ഉള്ള പരീക്ഷണമാണ്. ചിലവരിങ്ങനെ അങ്ങോട്ട് തട്ടിക്കളിക്കില്ലേ, ചിലവരിങ്ങനെ പങ്ക് വെക്കും, 10 ദിവസത്തോടെ 10 ദിവസത്തോടെ 10 ദിവസത്തോടെ. അവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് എവിടെയാണോ താമസിക്കാൻ ഇഷ്ടം അവിടെയാണ് അവർ താമസിക്കേണ്ടത്. ഇന്നത്തെ നാട്ടിലെ ആളുകൾ, പിന്നെ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ ഈ വൃദ്ധ സദനങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മളിത് ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു സംഗതിയില്ല, ഇവരിങ്ങനെ മാതാപിതാക്കൾ ഇങ്ങനെ കൊണ്ട് അങ്ങനെ ഉണ്ടാവും. ചില മാതാപിതാക്കൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഓരോ വീടുകളിൽ നിൽക്കണം, അങ്ങനെ നിന്നോട്ടെ. ചില മാതാപിതാക്കൾക്ക് ഉണ്ടാവും ഇങ്ങനെ ഗൾഫിലൊക്കെ പോയി ഓരോ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ, അങ്ങനെ ആഗ്രഹം ആയിക്കോട്ടെ. അതേസമയത്ത് അവർക്ക് ഇഷ്ടമില്ലാതെ അവര് ഉണ്ടാക്കിയത്, നമ്മുടെ പിതാവ് ഉണ്ടാക്കിയ ആ പിതാവിന് ഒരു വീടുണ്ടാവും, ആ ഉമ്മക്ക് വളർന്നൊരു വീടുണ്ടാവും, അവർ ഇഷ്ടപ്പെടുന്ന ഒരു വീടുണ്ടാവും. ആ വീട്ടിൽ നിന്നും അവരെ മാറ്റി വേറൊരു വീട്ടിലേക്ക്, ഒരു അനിയന്റെ വീട്ടിലേക്കോ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കോ ഒക്കെ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നിർത്തിയാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ കൂട്ടി നിർത്തല് അത് ശരിയല്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിപ്പിക്കുക എന്നതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു രീതി. അപ്പൊ ഇത് രോഗം, പ്രായമായ ആളുകൾക്ക് വരുന്ന രോഗം എന്താണ്, അത് നമുക്കുള്ള പരീക്ഷയാണ്. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ചില ഭ്രാന്തന്മാരൊക്കെ കാണുന്നുണ്ട് അല്ലേ, ചില ആളുകൾക്ക് ഭ്രാന്തത്തിന് ഇതാണല്ല, ഭ്രാന്തം നമ്മളതിനെ എന്ത് ചെയ്യാം, അതാർക്കുള്ള പരീക്ഷണമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സമനില തെറ്റി പോയി, ഭ്രാന്തായി, അവൻ പിന്നെ അവന് തക്ലീഫില്ലല്ലോ. ഇസ്ലാമിക നിയമപ്രകാരം അവനെന്താണ്, തക്ലീഫില്ലല്ലേ. അതിന്റെ പേര് അവന് എന്ത് ചെയ്താലും അതിന്റെ പേരിൽ അള്ളാഹു അവനെ ചോദ്യം ചെയ്യില്ല, അതിനെ ശിക്ഷിക്കില്ല. അതിന് മുമ്പുണ്ടായ പ്രവർത്തനങ്ങളായിരിക്കും പിന്നെ അള്ളാഹു ചോദ്യം ചെയ്യും. പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അപ്പോ അതും പരീക്ഷണമാണ്. ആർക്ക്? നമുക്കൊക്കെ പരീക്ഷണമാണ്. നമ്മുടെ ഇടയിൽ ഒരു പ്രാന്തൻ ഉണ്ടായി കഴിഞ്ഞാല് അള്ളാഹു നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ്. അപ്പോ അദ്ദേഹത്തോട് സ്വീകരിക്കുന്ന നമ്മുടെ ഒരു നിലപാടുണ്ടല്ല, അയാ പ്രാന്തൻ മുഖേന ഇതിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പുണ്യം കിട്ടാനും ഒരുപാട് പാപം കിട്ടാനും അത് കാരണമായി തീരുന്നു. ഇതെന്ന് പരീക്ഷണം. നമ്മളയാളെ കളിയാക്കുന്നു, നമ്മളെ പലതും ചെയ്യുന്നു, എറിയുന്നു, ഉപദ്രവിക്കുന്നു. ചില ആളുകൾ അയാളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അയാൾ ബുദ്ധി പോയാളല്ല. അപ്പോ ഇതും എന്താണ്, നമുക്ക് പരീക്ഷണമാണ്. ഇതെല്ലാം പരീക്ഷണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ രോഗം അങ്ങനെയാണ്. രോഗമെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അത് പലപ്പോഴും ചിലപ്പോൾ ശിക്ഷീയമാകാം അല്ലേ. ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ വരുന്ന രോഗങ്ങളിൽ ചിലപ്പോൾ പല ആളുകളും ചില മാതാപിതാക്കളുടെ തെറ്റായ ജീവിത രീതി കൊണ്ടൊക്കെ ചില രോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും അതും ആ മാതാപിതാക്കൾക്കുള്ള പരീക്ഷണമാണ്. അവരതിലെ ക്ഷമിച്ചു, സഹിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പാപങ്ങള് പൊറുക്കപ്പെടാനും അതിലെ സ്വർഗീയമായ ഉന്നത സ്ഥാനങ്ങൾ നേടാനും ആ മക്കളിലൂടെ സാധിക്കും. ആ മക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവരത് ആ രോഗം മൂലം മരണപ്പെടുകയാണെങ്കിൽ അവരും ആ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കാരണം. ഇതാണ് അള്ളാഹുന്റെ സംവിധാനം. അങ്ങനെയാണ്. അള്ളാഹു അതിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒക്കെ എന്താണ്, അള്ളാഹു
അള്ളാഹുവിന്റെ വഴി. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അയ്യുക്കും ഏറ്റവും നല്ല ഇഹ്സാൻ അവിടെ ശരിക്കും അള്ളാഹുമായിട്ടുള്ള ആ ആത്മാർത്ഥമായ ഒരു ബന്ധമുണ്ടല്ലോ, അത് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ആ ഇഹ്സാൻ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാകുന്നുണ്ടോ? മുഅ്മിനീങ്ങളല്ല മുഹ്സിനീങ്ങളാകുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ. ആ പരീക്ഷണത്തിനുള്ള ഓരോ കാരണങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അയൽവാസികളായ ഇതുപോലെ സുഖമില്ലാത്ത ആളുകളും ഒക്കെ. അപ്പോൾ രോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, നമ്മുടെ ക്ലാസ് അങ്ങനത്തെ ക്ലാസ് ഇതൊക്കെ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ? രോഗം വന്നെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പഠിച്ച റസൂലുള്ളാഹി പറയാണ് തദാവു, ഇതിനെന്ത് ചെയ്യുക? ചികിത്സിക്കുക. ഫഇന്നല്ലാഹ അസ്സ വജൽ, അല്ലാഹു തആല ലം യളഅ ദാഅൻ, ഒരു രോഗവും അല്ലാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലാ വളഅ ലഹു ദവാഅൻ, ആ രോഗത്തിന് ഒരു പ്രതിവിധി, ശമനം, ഒരു മരുന്ന് ഇല്ലാത്ത ഒരു രോഗവും അല്ലാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. വയറുദാഇൻ വാഹിദിൻ അൽഹർമു, അതിൽ എന്താണത്? ഇങ്ങനെ ഒന്നൊഴികെന്ന് പറയും. ആ അതെ, ഹറം എന്താണ്? വാർദ്ധക്യം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മരുന്നില്ല, അത് രോഗമല്ലല്ലോ ശരിക്കും. അത് രോഗമല്ല. അതല്ലാത്ത വേറൊന്നും അള്ളാഹു എന്ത് ചെയ്യില്ല, ഒരു രോഗവും സൃഷ്ടിച്ചിട്ടില്ല അതിന് മരുന്നില്ലാതെ. ഇപ്പൊ എല്ലാത്തിനും എന്താണ്? മരുന്നുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ലിക്കുല്ലിദാഇൻ ദവാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സമയത്ത് പറയാണ് ലിക്കുല്ലിദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉൻ അദ്ദാഅ ബറഅ ബിഇദ്നില്ലാ. വളരെ പ്രധാനപ്പെട്ടത് ഹദീസാണ്. ഈ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു. ഓക്കെ, ലിക്കുല്ലിദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ശമനമുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ്ദാഇ, ആ രോഗത്തിന്റെ അതിനുള്ള മരുന്ന് എന്ത് ചെയ്യുക? അത് ഉസീബ എന്ന് പറഞ്ഞാൽ ആ മരുന്ന് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബറഅ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അവന്റെ രോഗം സുഖപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ഹദീസ് നമുക്ക് നൽകുന്ന ഒരുപാട് സംഗതികൾ ഞാനത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മലയാളത്തിൽ തന്നെ എഴുതി വെച്ചേക്കാം. ഇതിലെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു ഭയങ്കര ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഈ രോഗത്തിന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ദവാ എന്ന് പറഞ്ഞാൽ ആ രോഗത്തിനും എന്താണ് ശമനം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആ രോഗിക്കുണ്ടല്ല, ലോകത്തെവിടെയെങ്കിലും എൻ്റെ രോഗത്തിനുള്ള മരുന്നുണ്ടാകുന്നു എന്നൊരു പ്രതീക്ഷ അവനിൽ നൽകുകയാണ്. നമുക്കൊരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. എന്തും ചെയ്യാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മൾ എത്ര പറഞ്ഞാലും ജങ്ക് ഫുഡ് പറഞ്ഞാലും അതൊന്നും ഒരു വിഷയമല്ല. ഉറപ്പൊഴിവാക്കണമെന്ന് പറഞ്ഞാലും അത്, കാരണം എന്താ, ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. എന്ത് രോഗം വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ അവർ എല്ലാം പരിഹരിച്ചോ എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം പറയാനുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രോഗത്തിനും ശിഫണ്ട് എന്നുള്ളതാണ്. ശിഫില്ലാത്ത അല്ലെങ്കിൽ ശമനമില്ലാത്ത മരുന്നില്ലാത്ത ഒരു രോഗവും ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ രോഗിക്കൊരു ആശ്വാസം നൽകുന്നു. ഇത് ഈ പ്രതീക്ഷ രോഗിയെ നിരാശയിൽ നിന്ന് രക്ഷിക്കുകയും രോഗശമനത്തിന് സഹായകമാകുന്ന വിധത്തിൽ അവന്റെ മാനസികവും ആത്മീയവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. ഇല്ല, അങ്ങനെയാണല്ലോ. ഒരാൾക്ക് ഇങ്ങനെ നമ്മളൊന്ന് രോഗിനെ സന്ദർശിച്ച് ഇങ്ങനെ ആശ്വസിപ്പിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഉമ്മമാരൊക്കെ പണ്ടേ, എന്റെ ഉമ്മയുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണ്, ഉമ്മനെ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകും. രോഗം ഭയങ്കര എഴുന്നേൽക്കാൻ പറ്റാണ്ടൊക്കെ എഴുന്നേൽത്ത് നമ്മളിങ്ങനെ പിടിച്ച് കാറിലെത്തിയിട്ടൊക്കെ കൊണ്ടുപോകും. ഡോക്ടർക്ക് പരിശോധിച്ച് കഴിഞ്ഞ് മരുന്ന് മേടിക്കാനൊന്നും പറയില്ല, ഒന്നും പറയില്ല, ആളും ഉഷാറായി. അപ്പൊ എന്താ, അതാ ഒരു ഇതന്നെ മനസ്സിന്റെ തന്നെ. അവർക്ക് അപ്പൊ ഡോക്ടറൊന്ന് പരിശോധിച്ച് ഒക്കെ വെച്ച് ഒക്കെ നോക്കി കണ്ണും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കല്ലേ ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം വരികയാണ്. അതോടെ മരുന്ന് കഴിച്ചില്ലെങ്കിലും അവരുടെ രോഗം കുറെ ഭയങ്കര ആശ്വാസം അവർക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഇതേപോലെ അവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ കൊടുക്കണം തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു ഹദീസ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം ചികിത്സിക്കുന്നവർക്കും മരുന്ന് അന്വേഷിക്കുന്നവർക്കും ആരോഗ്യത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നം. എന്ത് രോഗം വന്നാലും രോഗത്തിനൊരു ശിഫണ്ടല്ല. അപ്പൊ നമ്മുടെ ഗവേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ വാക്സിനായാലും എന്തായാലും നമുക്ക് അതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവർക്കും, ശാസ്ത്രരംഗത്തും അങ്ങനെ ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ് ഈ ഒരു വാക്ക് ലിക്കുല്ലിദാഇ ദവാ എന്ന് പറയുന്നത്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്? ഹദീസിന്റെ ഭാഗത്തിൽ പറയുന്നത് ഫഇദാ ഉസീബ ദവാഉ ദാഇ, രോഗത്തിന് മരുന്ന് പ്രയോഗിച്ചാൽ. അപ്പൊ എന്ത് വേണം? ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഡോക്ടറെ കാണണം. ഏറ്റവും നല്ല ഡോക്ടർ. ആ രംഗത്ത് ഏത് രോഗമാണോ ആ രോഗത്തിന് അനുസരിച്ചുള്ള ഏറ്റവും നല്ല ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇനി നമ്മുടെ അലോപ്പതി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നണം ഇത് ശരിയാവരുത്, അപകടത്തിലേക്കാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് മാറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നൽകുന്നത്. അപ്പൊ ആ മരുന്നുകൾ ഇത്രനാണ് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ എന്താണ്, അത് ശരിയല്ല, നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതുപോലെ നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഏതാണോ അയാൾക്ക് ഏറ്റവും നല്ല ചികിത്സ ആ ചികിത്സ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ലഭ്യമായ ചികിത്സ നടത്തുകയാണ് വിശ്വാസികളെ ചെയ്യേണ്ടത്. അങ്ങനെ ചികിത്സ നടത്തി കഴിഞ്ഞാൽ ഡോക്ടർ പറയണോ ഒരു മരുന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ഡോക്ടർ പറയുന്ന അതേ ഡോസിൽ കൃത്യമായ രൂപത്തിൽ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഫൈദാ ഉസീബ ദവാ ഉദ്ദായി, കൃത്യമായ രോഗത്തിന് മരുന്ന് ലഭിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ രോഗം ഭേദമാകുന്നു. അപ്പൊ ഏറ്റവും നല്ല ഡോക്ടറെ കാണിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അള്ളാഹിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ രോഗം ശിഫയാവുള്ളൂ. രോഗം ശിഫയാക്കുന്നത് മരുന്നോ ഡോക്ടറോ അല്ല, അത് അള്ളാഹുവാണ്. നമ്മുടെ സ്ഥിതിക്കല്ലേ ഇങ്ങനെ ഡോക്ടർമാർക്ക് പറഞ്ഞായിരുന്നു പറയാനോ എഴുതാനോ എഴുതി തരും, നിങ്ങൾ പ്രാർത്ഥിച്ചോ, അള്ളാഹിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ രോഗം മാറ്റുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ആശ്വാസവും സമാധാനവും കിട്ടുന്ന ഒരു വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മുടെ രോഗം വന്നു, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുമാകട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മാ യുസീബുൽ മുസ്ലിമ ബിന്നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അസ വലാ അമ്മിൻ ഹത്ത ശൗകത യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന എല്ലാ ക്ഷീണവും എല്ലാ രോഗവും എല്ലാ വിഷമവും എല്ലാ ടെൻഷനും അതുപോലെ എല്ലാവിധ മാനസികമായ പ്രയാസങ്ങളും അത്തശൗക്കത്തയുശാക്കുക. ഒരു കല്ല് തറക്കാറില്ല, അല്ലെങ്കിൽ മുള്ള് തറക്കുക, റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ മുള്ള് തറക്കുന്നത് പോലും എന്താണ്? ഇല്ല കഫറല്ലാഹു ബിഹാ ഖതായ. അതിൽ അവൻ ക്ഷമിക്കുകയും ക്ഷമ കൈകൊണ്ട് ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ അവന്റെ എല്ലാ ഖതായ അവനിൽ നിന്ന് സംഭവിച്ച എല്ലാ പാപങ്ങളും അതിലൂടെ അങ്ങനെ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. പരലോകത്തൊക്കെ അതിന് രോഗം മൂലം പ്രയാസപ്പെട്ട ആളുകൾക്ക് അവിടെ വെച്ച് ലഭിക്കുന്ന ആ പ്രതിഫലം ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ, ഓ ഞങ്ങൾ കുറെ നാൾ ഇവിടെ രോഗിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഹദീസുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയോടുകൂടി നമ്മൾ നേരിടണം. അതിന് അജബല്ലി അംറിൽ മുഅ്മിൻ എന്ന് പറയില്ലേ, എപ്പോഴും കേൾക്കുന്ന ഹദീസ് അല്ലേ? അജബല്ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. എന്താണ് അജബല്ലി അംറിൽ മുഅ്മിൻ? എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും അവന് ഹൈറായി തീരുന്നതാണ്. അവൻ ഇന്നസാബഹു മുസീബത്തുൻ ഇന്നസാബത്തു ഖൈറൻ ഇന്നസാബത്തു ഖൈറൻ ശക്കറ അല്ലേ? അവന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായാൽ, അവന്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടായാൽ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? അവൻ നന്ദി രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നുള്ളവർക്ക് അതിന് നന്ദി സൂചകമായ അതിന് വേണ്ട പ്രവർത്തനങ്ങളും സദസ്സുകളും പ്രാർത്ഥനകളും ആ നന്ദി കാണിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് എന്ത് ചെയ്യും? അവനെ നന്മയായി രേഖപ്പെടുത്തുന്നതാണ്. ഇനി അവന്റെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ സ്വബറ, അവൻ എന്ത് ചെയ്യും? അവിടെയും അവൻ ക്ഷമിക്കും. ആ ക്ഷമയുടെ പേരിൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹു അതിന് പ്രതിഫലം നൽകും. ലോകത്ത് വിശ്വാസിക്കല്ലാത്ത ഈ
വിശ്വാസിക്കല്ലാതെ ഈ ഒരു നന്മ, ഈ ഒരു ഹൈർ ഉണ്ടാവുന്നതല്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ വീണാൽ അത് അള്ളാന്റെ തീരുമാനമാണ്. അത് അവന് നന്മയായി രേഖപ്പെടുത്തും, നന്മയായി തീരുന്നതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും എന്ത് സംഭവിച്ചാലും അള്ളാന്റെ തീരുമാനമാണ്, അല്ലേ? നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ പോവുകയായിരുന്നു, അപ്പോഴാണ് സാധനം വന്ന് ജയിച്ചത്. അള്ളാന്റെ തീരുമാനമാണ്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ രംഗത്തും അവരെന്ത് ചെയ്യും? അള്ളാഹുവിൽ കരമേൽപ്പിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നാലും പ്രയാസം വന്നാലും നമ്മൾ ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, അതിന് വേണ്ട മരുന്ന് അന്വേഷിക്കുക, ഏറ്റവും നല്ല ചികിത്സ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ചികിത്സിക്കുക. അങ്ങനെ സുഖപ്പെടുകയാണെങ്കിൽ സുഖപ്പെടും. പിന്നെ അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹ് തീരുമാനമായിട്ട് 5 മിനിറ്റോടെ അവസാനിപ്പിക്കണം. ഞാന് വളരെ സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. കാര്യത്തില് എപ്പോഴൊന്നുമില്ല അവസാന ഭാഗത്തേക്ക് എത്താറില്ല. കുറച്ച് ലാസ്റ്റ് നമുക്കത് നിർത്താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിർത്താൻ പറ്റാറ്. അപ്പൊ അത് നിർത്തണം എന്നുള്ള ആൾക്കാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ക്ഷമിക്കുക. പറയാണ് ഖിയാമത്ത് നാളില് അള്ളാഹു പറയും, യാ ഇബ്ന ആദം, ഓരോ ആളുകളോട് പറയാണ്, യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, മരിർത്തു ഫലം തഅ്തിനി. അങ്ങനെ അവരത് ചോദിക്കുകയാണ്, ഞാൻ രോഗിയായി, ഫലം തഅ്തിനി, നീ എന്നെ സന്ദർശിച്ചില്ല. ആരാ പറയുന്നത്? അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ പറയും, യാ റബ്ബ് കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ നിന്നെ ഞാൻ എങ്ങനെയാണ് സന്ദർശിക്കുക? എന്താണ് ഈ പറയുന്നത്? അപ്പോൾ അള്ളാഹ് പറയും, അള്ളാഹ് പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഅ്ദു. നിനക്കറിയില്ലേ, നിന്റെ അയൽപക്കത്ത് അല്ലെങ്കിൽ നിന്റെ പ്രദേശത്ത് നിന്റെ കൂട്ടുകാരനായ ഒരാള് അല്ലെങ്കിൽ നിന്റെ അയൽവാസി ഒരാള് രോഗിയായിരുന്നില്ലേ? അപ്പൊ നീ ആ രോഗിയെ നീ സന്ദർശിച്ചു. അള്ളാഹു നമ്മോട് ചോദിക്കുന്നതാണ്, നിന്റെ അയൽപക്കത്തുള്ള ആള്, നിന്റെ അയൽവാസി അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ, ആരുമാകട്ടെ, നിന്റെ ബന്ധു, ഇന്നാള് രോഗിയായിരുന്നപ്പോ നീ അവനെ സന്ദർശിച്ചിരുന്നോ എന്നാണ് അള്ളാഹു ചോദിക്കുക. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു. നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുത്ത്, വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്, അവന്റെ അടുത്ത് എന്നെ നിനക്ക് കാണാമായിരുന്നു. അള്ളാഹെ കാണാൻ പറ്റും ഇവിടെ ആ രോഗിയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അള്ളാഹുവിനെ കാണാം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിനക്ക് അവിടെ നിനക്ക് ഓർക്കാമായിരുന്നു. നമുക്ക് മാരകമായ രോഗത്തിൽ കഴിയപ്പെട്ട് കിടക്കാണ്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ രോഗിയുടെ അടുത്ത് നീ അയാളെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിനക്ക് അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് അവിടെ വെച്ചിട്ട് ഓർക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു, സന്ദർഭമായിരുന്നു. അതാണ് വജത്തനി ഇൻദഹു, അയാളുടെ അടുക്കൽ എന്നെ നിനക്ക് കാണാമായിരുന്നു. അപ്പം രോഗികളെ സന്ദർശനത്തെ കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് നാളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? യാ ഇബ്ന ആദം ഇസ്തഅംതുക ഫലം തുത്ഇനി. ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, ഫലം തുത്ഇനി, അപ്പൊ നീ എനിക്ക് ഭക്ഷണം തരും. അപ്പോഴും ആണ് ചോദിക്കും, യാ റബ്ബ് വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ രക്ഷിതാവായ നിനക്ക് എങ്ങനെയാണ് ഞാൻ ഭക്ഷണം നൽകുക? ഖാല മാ അലിംത അന്നഹു ഇസ്തഅമക അബ്ദി ഫുലാൻ. ഇന്നൊരാള് പട്ടിണിയായി ഭക്ഷണം കഴിക്കാതെ യാചിച്ചുകൊണ്ട് നിന്റെ അടുത്ത് വന്നപ്പോ, ഭക്ഷണം തേടിക്കൊണ്ട് നിന്റെ അടുത്ത് വന്നപ്പോ നീ ആൾക്ക് ഭക്ഷണം കൊടുത്തില്ല, നിനക്ക് ഓർമ്മയുണ്ടത്? എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി. നീ എങ്ങാനും അന്ന് അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ, അവിടെ പറയുന്നില്ല എന്നെ കാണാമായിരുന്നു എന്നല്ല പറഞ്ഞത്, അതിന്റെ പ്രതിഫലം നിനക്ക് എന്റെ അടുത്ത് ഇവിടെ വെച്ച് കാണാമായിരുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അന്ന് അയാള് ഭക്ഷണം ചോദിച്ചു വന്നപ്പോ നീ അവനെ ആട്ടി ഓടിച്ചില്ലേ, ഞാൻ ഭക്ഷണം കൊടുത്തില്ല, അവനവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് ഇന്ന് എൻ്റെ അടുത്ത് നിനക്ക് കാണാമായിരുന്നു. ഇത് ഹദീസിൽ വന്നതാണ്. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഓരോരുത്തരോട് ചോദിക്കുക. ഇതൊക്കെ അള്ളാഹു
അതൊക്കെ പടച്ച് അവൻ ആ എങ്ങനെയാണോ അത് നമുക്കൊന്നും അറിയില്ല. ആ രൂപമൊന്നും നമ്മളെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അള്ളാഹുവിന്റെ രീതിയെ കുറിച്ചും അള്ളാഹുവിന്റെ ആ ചോദ്യത്തെ കുറിച്ചും ഒന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ അത് സാധ്യമല്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയതിന്റെ അല്ലാതെ വേറെ നിർത്തിയിട്ടുണ്ട്. ഇനി എന്താ ഫലം തിരുമ്പും അമാലിത്ത അന്നക്ക ലോ അത്തംതഹു കവജത്തുദാലിക്കഴിഞ്ഞു യാ ഇബ്ന ആദം ഇസ്തസ്കൈതുക ഫലം തസ്കരി. ഒരാള് എന്താണ് വെള്ളം ചോദിച്ചു അല്ലെ, ഫലം തസ്കരി, എനിക്ക് വെള്ളം തന്നില്ല. കാല യാ റബ്ബ് കൈഫ അസ്കീക, നിനക്ക് എങ്ങനെയാണ് വെള്ളം തരുക? വാർത്ത റബ്ബുൽ ആലമീൻ. അത് ഇതേപോലെ തന്നെ ഒരാൾ വെള്ളം ചോദിച്ചു വന്നപ്പോ നീ അവർക്ക് വെള്ളം കൊടുത്തില്ല. അമ്മ ഇന്നക്കലു വജത്തുദാലിക്കഴിഞ്ഞി, നീ അദ്ദേഹത്തിന് വെള്ളം നൽകുകയായിരുന്നെങ്കിൽ നിനക്ക് അതിലൂടെ കാണും. വെള്ളം നൽകാൻ അതിന് വിശാലമായ അർത്ഥമാണ്. ഗ്ലാസ് വെള്ളം മാത്രം കൊടുക്കില്ലെങ്കിൽ അങ്ങനെ പല സംഗതികളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് വെള്ളം തടയുന്നവരും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന് പറയുന്നവരും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. തോട്ടിന്റെ അടുത്ത് പോകരുത്, തൊട്ട് പോകരുത്, കല്ലെടുത്ത് എറിയുന്ന ആളുകൾ, വണ്ടിയെടുത്ത് ഓടിക്കുന്ന ആളുകൾ, വട്ടിനെ അടിച്ചിരുന്നവർ, അങ്ങനെയൊക്കെയുണ്ടായിരുന്നു. കുടിവെള്ളം ചോദിച്ചു വരുന്ന ആൾക്ക് കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന വിഷയം മാത്രമല്ല അത്, അതുമായി ബന്ധപ്പെട്ട എല്ലാം പലതുണ്ട്. നമ്മളൊക്കെ അങ്ങനെയുണ്ട്. പല രൂപത്തിലും അവരെടുക്കുന്നവർക്ക് നമുക്ക് തടയുന്ന ആളുകളുണ്ട്, നമ്മൾ പൂട്ടി വെക്കുന്ന ആളുകളുണ്ട്, ടാങ്കിലെ വെള്ളം അവർ കൂടുതൽ ഉപയോഗിക്കുന്ന, അങ്ങനെയൊക്കെ പലതുണ്ട്. ഇവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അപ്പോ രോഗികളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? രോഗികളെ സന്ദർശിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പുണ്യകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, രോഗികളായി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എല്ലാ രംഗത്തും നമ്മളോട് റസൂലുള്ളാഹി പഠിപ്പിച്ച സംഗതിയില്ല, അബ്ദുക്കാനാണ്. അവിടെ മുസ്ലിം അമുസ്ലിം അങ്ങനെയൊക്കെയുള്ള ഒരു വിവേചനം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നതിന്റെ ജനമായി സന്ദർശിക്കുന്നില്ലേ? ഇങ്ങനെ എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മൾ അറിയപ്പെട്ട ആരൊക്കെയുള്ള രോഗികൾ, അവരെയൊക്കെ നമ്മൾ സന്ദർശിക്കണം. അതുകൊണ്ടാണ് നമ്മളെല്ലാ പലപ്പോഴും പല പ്രസംഗങ്ങളിലൊക്കെ ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ ടൂറൊക്കെ പോയിട്ട് മക്കളൊക്കെ ആയിട്ട്, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളെ നിങ്ങൾ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ പോയിട്ടൊക്കെ കാണിക്കുന്നു. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ അങ്ങനെ എല്ലാ ആളുകളും, നമ്മുടെ അയൽവക്കാരായാലും ആരായാലും അവരെ പോയിട്ട് നമ്മൾ സന്ദർശിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക. രോഗം മാറിക്കോളും, എല്ലാത്തിനും ശിഫയെന്ന് പറയുക, ഭയങ്കര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല അത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോഗശമനത്തിന് അത് എന്താണ് കൂടുതൽ അത് സ്പീഡാക്കാനും ഇത്തരം ആശ്വാസവാക്കുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. നല്ല പുണ്യകർമ്മമാണ്. ലോകത്ത് പ്രതിഫലം കിട്ടുന്നത് അപ്പൊ നമ്മളിങ്ങനെ വേറെ വേറെ പല ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെ പുണ്യകരമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അസ്അലുല്ലാഹ റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫീക, രോഗിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം. ഇല്ല ആഫാഹുല്ലാഹു മിൻ സാലിക്കൽ ബർറ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫീക എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബന്നാസ് ഇദ്ഹബിൽ ബഅസ ഇശ്ഫി വഅൻത ലാ ശിഫാ ഇല്ലാ ശിഫാക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ. ഞാൻ സ്പീഡിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേൾക്കുന്നതും ടൈപ്പ് ചെയ്യുന്നതും എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്ന സംഗതികളുണ്ട്. പക്ഷെ അത് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായിട്ട് രോഗിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അപ്പൊ രോഗസന്ദർശനം. പിന്നെ പ്രായമായ ആളുകളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മൾ നല്ല നിലക്ക് അവരെ യാത്രയാക്കാന്നൊക്കെ പറയും അല്ലേ? എന്നാല് ഈ അമേരിക്ക അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്ന രോഗികളുണ്ട്. അവിടുത്തെ ഒരു എത്തിക്കുന്നുണ്ട് അവരുടെ മെഡിക്കൽ. അവസാനമായിട്ട് അവരോട് ആ രോഗം മാറിക്കോളും എന്നല്ല പറയേണ്ടത്. അവര് ശരിക്കും ആ ടൈമൊക്കെ പറഞ്ഞു കൊടുക്കും, ഇത്ര ദിവസത്തിന് സാധ്യതയുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ചില രോഗങ്ങളിൽ നിങ്ങൾ മാറിക്കോളും എന്ന് പറയുന്ന അയാളെ മരണത്തെക്കുറിച്ചോ
അല്ലെങ്കിൽ പരലോകത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞു ചെയ്യാതെ ഓർമ്മപ്പെടുത്താതെ ഇങ്ങനെ മാറിക്കോളും എന്ന രൂപത്തിൽ ആശ്വസിപ്പിച്ച് വിടലല്ല ഏറ്റവും നല്ല യാത്രയായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നമ്മൾ ദിക്റിനെ കുറിച്ചും അതൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ നല്ല രൂപത്തിൽ സമാശ്വസിപ്പിച്ചുകൊണ്ട് നല്ല രൂപത്തിലാണ് അദ്ദേഹത്തെ യാത്രയ്ക്കേണ്ടത്. രണ്ടിങ്ങനെ എന്നും നമ്മൾ മാറിക്കോളും എന്ന് പെട്ടെന്ന് ആൾ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ കടമകളോ ഒന്നും ചിലപ്പോൾ ആൾക്ക് നിർവഹിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട മരണത്തിന് മുമ്പ്. അപ്പൊ അതിനുള്ള അത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അത്തരം രോഗികൾക്ക് വേണം. അല്ലാതെ എല്ലാവരും സംബന്ധിച്ചിടത്തല്ല. ചില രോഗങ്ങളുണ്ടല്ലോ നമുക്കറിയാം, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരോട് പറയേണ്ട. അങ്ങനെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ മരുന്നിനെ കുറിച്ചും ഇവരുള്ളൂ ആരും മരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് നല്ല നിലയ്ക്ക് അവരെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ ഓർമ്മിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറുകൾ വിശാലമാക്കുകയും നമ്മളെയും അവരെയും ഒരുമിച്ച് സ്വർഗത്തിൽ